ഒരു ബംഗാളി കള്ളൻ തേടിയ ബംഗാളി കാലിച്ചിട്ട് അപ്പം നീ മലയാളിയാണ്. ഹിന്ദിക്കാരാണെങ്കിൽ അച്ഛാന്നേ വിളിക്കൂ. എന്താണ് നിന്റെ പേര്? ഹരി. കരിയോ? കരിയല്ല സർ, ഹരി. ഓഹോ, അപ്പം നീയാണല്ലേ ഈ നാട്ടിലെ ആസ്ഥാന കള്ളൻ. നിനക്ക് വേണ്ടി വല വിരിച്ച് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ കുറെ കാലമായടാ. എന്റെ അതീവ കുശാഗ്ര ബുദ്ധിയിലും വിദഗ്ധമായ കരുനീക്കങ്ങൾക്ക് മുന്നിൽ ഏതൊരു കള്ളനും കൊടുക്കും. സർ ദയവ് ചെയ്ത് എന്നെ ഒന്നും ചെയ്യരുത്. ദേവോ, അങ്ങനെ ഒരു വാക്ക് എന്റെ നിഘണ്ടുവിലില്ല. കക്കുന്നവന്റെ കൈ ഞാൻ ചവിട്ടി ഒടിക്കും. കാമഭ്രാന്തന്മാരുടെ കണ്ണ് ചൂഴ്ന്നെടുക്കും. നിരപരാധികളെയോ? നിരപരാധികൾക്ക് ഞാനൊരു ഷേക്ക് ഹാൻഡും ഒരു ഗ്ലാസ് പാലും കൊടുക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ നിരപരാധിയാണ്. അല്ല, നീ ആളൊരു ജഗജില്ലിയാണ്. അല്ലെങ്കിൽ ഈ പാതിരാത്രിക്ക് എൻകെ ഭൂതത്തിന്റെ ഈ അണ്ടകളാഹാൻ പോലുള്ള കോട്ടയ്ക്കകത്ത് കയറാൻ ധൈര്യം കാണിക്കുവോ? ജോസഫേട്ടാ, ഔസേപ്പേട്ടാ, എന്തൊരിട്ട്. ഇതിന്റെ ടോർച്ചുണ്ടോടാ? ഇല്ല സർ. ഒരു ടോർച്ച് പോലും ഇല്ലാതെയാണുള്ള രാത്രി മോട്ടിക്കാൻ ഇറങ്ങുന്നത്. എവിടെയെങ്കിലും തട്ടിത്തടഞ്ഞു വീണ് ആര് ഉത്തരവാദിത്തം പറയും? ഔസേപ്പേട്ടാ, എൻകെ ഔസേപ്പേട്ടാ. ഇവിടെ ആരുമില്ല സർ, നമുക്ക് പോവാ. നീ എന്താ രാഘവ ഈ പാതിരാത്രിക്ക്? കർമ്മനിരതനായ ഒരു പോലീസ് ഓഫീസർക്ക് രാത്രിയെന്നോ പകലൊന്നുമില്ല. അവൻ ഏതു സമയവും ജാഗരൂകനായിരിക്കും. അതിരിക്കട്ടെ, ഔസേപ്പേട്ടൻ എന്തെടുക്കായിരുന്നു? ഇതെന്ത് മണ്ടൻ ചോദ്യമാ. ഞാൻ ഉറങ്ങുമായിരുന്നു. വെറും ഉറക്കമല്ല, പോത്തുപോലെ കൂർക്കം വലിച്ചു കിടന്നുറങ്ങായിരുന്നു പറ. പിന്നെ ചുറ്റുമുള്ളതൊക്കെ എങ്ങനെ അറിയും? നീ എന്താ രാഘവ പിച്ചും പെയ്യും ഒക്കെ പറയുന്നേ? പിച്ചും പെയ്യുമല്ല, ആരെയും ഞെട്ടിപ്പിക്കുന്ന ഒരു നഗ്നസത്യം. ഈ വീട്ടിൽ മോഷണം നടത്തി ആ മതിൽ ചാടി രക്ഷപ്പെടാൻ ഒരുങ്ങിയ അതിഭീകരനായ ഒരു പെരുങ്കളനെ ഐതിസാഹസികമായ ഒരു മൽപ്പിടുത്തത്തിലൂടെ ഞാൻ കീഴ്പ്പെടുത്തി. ഇപ്പോ അതെ, അതൊരു ഭയങ്കര മൽപ്പിടുത്തായിരുന്നു. എന്നിട്ട് അണ്ടർവെയർ അഴിച്ച് അവന്റെ അണ്ടകടാഹം വരെ ഞാൻ അരിച്ചു പെറുക്കി. ഞെട്ടിപ്പിക്കുന്ന പല യമണ്ട സാധനങ്ങളും കൈത്തട്ടി. പലതും കണ്ട് ഞാൻ ഞെട്ടി. പക്ഷെ തൊണ്ടി മാത്രം കിട്ടിയില്ല. എന്നിട്ടാ കള്ളനെ വിട്ടോ? വിടാനോ? ഈ SI S രാഘവനോ? Bring him. ആര്? വിളിച്ചോട്ട് വേണം. അത്രേ ഉള്ളേ. എടാ കള്ള! അയ്യേ, ഇവൻ കള്ളനല്ല. അയ്യേ, അല്ലേ? ഇവൻ എന്റെ ബന്ധുവാ. അതെ സർ, ഞാനും ഔസേപ്പേട്ടനും തമ്മിൽ പറഞ്ഞാൽ തീരാത്ത ബന്ധം. അതെ, ഇവൻ മാങ്ങാനത്തെ എന്റെ വല്യപ്പൻ ദേവസ്യയുടെ എലിപ്പനി പിടിച്ച് ചത്തുപോയ പെങ്ങടെ മതി. ഇപ്പൊ മനസ്സിലായി, ഇതൊരിക്കലും പറഞ്ഞാൽ തീരാത്ത ബന്ധമാണെന്ന്. ഇവനെ തലയ്ക്ക് സുഖമില്ലാതെ നാട്ടുകാരെ ശല്യം ചെയ്ത് നടക്കുമായിരുന്നു. വൈദ്യനെ കാണിക്കാൻ കൊണ്ടുവന്നാ ഇവിടെ. ഓഹോ, അപ്പൊ അതാണ് കാര്യം. കഷ്ടം, ഇത്ര ചെറു പ്രായത്തില്. എന്തായാലും ഇത്രയും ചെയ്ത സ്ഥിതിക്ക് ഒരു കൈസഹായം. ഇവനെ ആ മുറിയിലോട്ടൊന്ന് ആക്കി തരാമോ? പിന്നെന്താ ഔസേപ്പേട്ട? നമുക്ക് ജയിലിൽ പോയപ്പോരെ? ഒരു മനോരോഗിയുടെ ജൽപ്പനങ്ങൾ. മാമനെ വാ, പോലീസ് മാമനല്ലേ വിളിക്കുന്നത്. നമുക്ക് ജയിലിൽ പോവാ. ലിസൺ പ്ലീസ്, യാതൊരു കേടുപാടും കൂടാതെ ആ മുറിയിൽ കൊണ്ടുപോയി ഭദ്രമായി ഇവരെ സൂക്ഷിച്ചു വെക്കണം. എനിക്ക് ഒരു കേടുമില്ല. ഇവിടെ കൊള്ളൂല. നമുക്ക് ജയിലിൽ പോവാ. ഞാൻ ജയിലിൽ പോയിട്ട് പോലീസ് മാമ മോനെ കൊണ്ടുപോകും. കൊച്ചു കുട്ടികളെ പോലെ വാച്ച് പിടിക്കുന്നു. പിള്ളേരല്ലേ, നമ്മളിങ്ങനെ കണ്ണിൽ എണ്ണ ഒഴിച്ച് ശ്രദ്ധിച്ചില്ലെങ്കിൽ അരവട്ട് മുഴുവട്ടാവും. അതെ, ഒക്കെ ശരിയാക്കാം. എനിക്ക് ഭ്രാന്തില്ല. മാമ ശരിയാക്കാം. അപ്പൊ ഞാനങ്ങോട്ട് വരൂ. ജയിലിൽ കിടക്കാൻ എന്തൊരു കൊതിയാ കുട്ടിക്ക്. സാറേ, വന്ന് കള്ളനേതാ സാധാരണക്കാരനേതാ മനോരോഗി ഏതാന്ന് ഒരു പിടുത്തം കിട്ടാത്ത കാലമായില്ല ഭഗവാനെ. ആ മനോരോഗിക്ക് എന്ത് സംഭവിച്ചിരുന്നെങ്കിലേ വെള്ളം കുടിച്ചു പോയനെ. ഓർമ്മിപ്പിക്കാടോ, അത് ഓർത്തിട്ട് വല്ലാത്ത പരവേശം. ഇച്ചിരി വെള്ളം കുടിക്കുന്നു. എനിക്ക് വേണ്ട. കുടിച്ചോ. ഔസേപ്പേട്ടാ, വല്ലാത്ത പരവേശമുണ്ട്. ഇത്തിരി വെള്ളം ഇങ്ങനെ ദാഹിച്ചിട്ട് പാടില്ല. നന്നാറിയിട്ടിട്ടുണ്ടല്ലേ? നന്നായിട്ടുണ്ട്. ജീപ്പിൽ വേറെ വെള്ളമല്ല, ഇത് ഞാൻ എടുത്തട്ടെ. ഓ, അടപ്പ്. താങ്ക് യു. മാമന് സന്തോഷമായി.
അയ്യോ അയ്യോ താനേതാ? ചേച്ചി ആ വാതിലൊന്ന് തുറന്നു തരൂ. ചേച്ചിയോ? ആരുടെ ചേച്ചിയാടോ? ഔസേപ്പേട്ടാ, അയ്യോ പ്ലീസ് ആ കിളവനെ വിളിക്കല്ലേ. ഔസേപ്പേട്ടാ. ഏതാ ഈ അലവിലാതി? ഇയാളെ തുറന്നു വിടാൻ പറയുന്നു. ഓ, നിന്നോട് പറയാൻ മറന്നുപോയി. ഇത് നമ്മുടെ അന്നമ്മയുടെ അനിയത്തി ഏലിക്കുട്ടി. ഏലിക്കുട്ടിന്റെ നാത്തൂന്റെ മകന്റെ മകനാ. പിന്നെന്തിനാ ഇവനെ പിടിച്ച് പൂട്ടിയിട്ടിരിക്കുന്നേ? വട്ടാണോ? ഏയ്, അത്രയ്ക്കൊന്നും ഇല്ല. പിന്നെ അതെ, നാട്ടിലൊരു ചെറിയ പ്രശ്നം തൽക്കാലത്തേക്ക് മാറ്റി നിർത്തിയിരിക്കുക. എന്ത് പ്രശ്നം? ഒരു ദുർബല നിമിഷത്തിൽ ഇവന്റെ തൊട്ടടുത്ത് വീട്ടിലുള്ള ഗൾഫുകാരന്റെ ഭാര്യയെ ഇവൻ അങ്ങ് കയറി പിടിച്ചു. എന്താണെന്നറിയില്ല, അവക്കാ പിടുത്തം തീരെ പിടിച്ചില്ല. സംഗതി കേസും പിന്നെ പുലിവാലും ഒക്കെ ആയി. ഇവനിപ്പൊ ഇവിടെ ഒളിവിലാ. ഇനി നിന്നെയും കൂടെ കയറി പിടിക്കണ്ടെന്ന് വിചാരിച്ചാ ഞാൻ ഇവിടെ പൂട്ടിയിട്ടിരിക്കുന്നത്. ദേ കിളവ ഒരുമാതിരി അനാവശ്യം പറയരുത്. ഓ, പറയുന്നതാണ് തെറ്റല്ലേ? എന്തിനാ ഔസേപ്പേട്ട ഈ പീഡനക്കാരൻ ഇവിടെ കൊണ്ടുവന്ന് ഒളിപ്പിച്ചിരിക്കുന്നേ? എടി, ഇവനാ ഞാൻ അന്ന് പറഞ്ഞ ഇടിവെട്ട് പേരുപണിക്കാരൻ. ദേ പെങ്ങളെ, കുട്ടിക്ക് കണ്ടിട്ട് തോന്നുന്നുണ്ടോ എനിക്ക് ആരെങ്കിലും പീഡിപ്പിക്കാൻ പറ്റുമോ? മിണ്ടരുത്, വൃത്തികെട്ടവൻ, വഷളൻ. അവന്റെ വയറും നിറഞ്ഞു. നിന്റെ വെളച്ചിലെങ്ങാണ്ടും എന്റെ അടുത്ത് എടുത്താലുണ്ടല്ലോ. എന്ത് കാഴ്ച കണ്ടോണ്ട് നിക്കുവാടി? പോടി അപ്പുറത്ത്. എന്താ? ഹായ് ബ്രോ. ഹായ്. ഇവിടെ നിന്ന് രക്ഷപ്പെടണം അല്ലേ? ആ ഞാൻ ഹെൽപ്പ് ചെയ്യാം. ആ. പകരം എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം. മോൻ എന്ത് ഹെൽപ്പാണെങ്കിലും ഞാൻ ചെയ്തുതരാം. ആ നമ്പറും തരുമോ? ഏത് നമ്പർ? ആ ഗൾഫുകാരി ചേച്ചിയുടെ. ബ്രോ പോയേ? അല്ല പൊയ്ക്കോ. പോടാ. ഓക്കെ. പോടാ. എന്ത് ചെയ്യാനാ? ഒരു ഉപകാരം ചെയ്യാന്ന് വെച്ചാ അവന്റെ ബ്രോ. ഒരു രക്ഷയുമില്ല. ഈ നാട്ടില് സോഷ്യലിസ്റ്റ് നടപ്പിലാവുന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ഉള്ളവനില്ലാത്തവന് കൊടുത്താലല്ലേ സോഷ്യലിസം നടപ്പിലാവും. എന്ത്? ഹായ്. ഔസേപ്പേട്ടാ, ദേ അത് കണ്ടോ? അത് ശരി, ഇപ്പോഴാ എനിക്ക് കാര്യം പിടികിട്ടിയത്. എന്താടാ നിന്റെ ഉദ്ദേശം? ഇവളെ വളയ്ക്കാനാ? അശ്ശേ, ചേട്ടന് അറിയില്ലേ ഞാൻ പെൺകുട്ടികളെ മുഖത്തേ നോക്കാറില്ല. നീ മുഖത്ത് നോക്കാറില്ലെന്ന് എനിക്കറിയാം. ചേട്ടാ ദണ്ണ ഉണ്ട് കേട്ടോ. ഇങ്ങനെയാണെങ്കിൽ ഞാൻ പറമ്പിൽ കാലുകുത്തില്ല. പിന്നെ ചേട്ടന്റെ കൊലയൊക്കെ എവിടെ അനാഥമായിട്ട് കിടക്കേ ഉള്ളൂ. ഔസേപ്പേട്ടാ, ഞാൻ ഇറങ്ങുക. കാസറോളിലെ ചോറ് ചേട്ടൻ കഴിച്ചോ? കഞ്ഞിക്കലത്തിലെ ചോറ് ഇന്നലത്തേതാ, അതാ വൃത്തിയായിട്ടവന് കൊടുത്തേക്ക്. വാ ചേച്ചി ചോദിക്ക്. ഔസേപ്പേട്ടാ, പിള്ളേരുടെ സ്കൂളിലെ ആനിവേഴ്സറി ആണേ. അവർക്ക് പുതിയ ഉടുപ്പ് വാങ്ങിയാൽ കൊള്ളാന്നുണ്ട്. ഒരു 300 രൂപ അഡ്വാൻസ് ആയി തന്നാ ബാക്കി ഞാൻ ഒപ്പിച്ചു കൊടുത്തോളാം. ഇപ്പൊ ഞാൻ 300 രൂപ തന്നെന്ന് വെച്ചോ. പക്ഷെ 1-ാം തീയതി ഞാൻ നിന്റെ ശമ്പളത്തിൽ നിന്ന് അത് പിടിക്കുമ്പോ നീ കിടന്ന് നിലവിളിക്കും. അതെനിക്ക് കേൾക്കാൻ വയ്യ. പിന്നെ ഇവന് പുതിയ കുപ്പായം വേണമെന്ന് നിർബന്ധമാണെങ്കിൽ എന്റെ പഴയ ജുബ്ബ തരാം. പഴയതല്ലേ ഇപ്പൊ ഫാഷൻ. വാ നമുക്ക് പോവാം. ഫസ്റ്റ് പ്രൈസ് മേടിച്ച 2 പേർക്കും ചേച്ചി വാങ്ങിത്തരും പുതിയ ഡ്രസ്. ഓക്കെ? സെക്കൻഡ് പ്രൈസ് ആയാലോ? നിന്റെ തലക്കിട്ട് തരും. വാ.
എന്തിനാടാ ഇങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കുന്നത്? എന്തെങ്കിലുമൊക്കെ പറയടാ, ചുമ്മാ ബോറടിച്ചിരിക്കണ്ട. നിങ്ങൾ എന്ത് മനുഷ്യനാണ്? ഒരാളെ പൂട്ടിയിട്ടാണോ നിങ്ങളുടെ ബോറടി മാറ്റണത്? നീ മിണ്ടിയില്ലെങ്കിൽ വേണ്ട. എന്റെ ബോറടി മാറ്റാൻ എനിക്ക് സ്ഥിരം പരിപാടിയുണ്ട്. യുവർ ചോയ്സിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ, ഞാൻ ഔസേപ്പാ. ഹലോ ഹലോ, ലൈൻ ക്ലിയർ അല്ല തോന്നുന്നു. ഹലോ അശു, നമ്മുടെ ഒരു ഉഗ്രൻ കോളർ ആയിരുന്നു, പക്ഷേ ലൈനിൽ എന്തോ തകരാറ് കാരണം മിസ്സായി പോയി. എന്തായാലും നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് ഉടൻ തിരിച്ചു വരാം. വെൽക്കം ബാക്ക് ടു യുവർ ചോയ്സ്. അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ, ഹലോ, ഞാൻ രാധാമണിയാ. ഓ അങ്ങനെ. രാധാമണി ചേച്ചി എന്ത് ചെയ്യുന്നു? അയ്യോ, എനിക്ക് അത്ര പ്രായമൊന്നുമില്ല. ഞാനൊരു ഹൗസ് വൈഫാ. ഓ, ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? അങ്ങേരോ ഒന്നും ചെയ്യുന്നില്ലെന്നേ. അതല്ലേ ഞാൻ അങ്ങോട്ട് വിളിച്ചത്. അതെയോ ചേച്ചി? അല്ല, മാഡത്തിന്റെ വീട്? വീട് പാതാളം ജംഗ്ഷനിൽ ഒരു വായനശാലയുടെ പുറകിലാ. അല്ല, ഞാൻ ആ വഴിയൊക്കെ വരാറുണ്ടല്ലോ. ഓ റിയലി? മാഡത്തിന് ഇപ്പൊ ഏത് പാട്ടാ വേണ്ടത്? ഏത് പാട്ടാ വേണ്ടതെന്ന്? താമരക്കുമ്പിളല്ലോ മമ ഹൃദയം. കുറച്ച് പഴയ പാട്ടാ. മടിക്കാതെ പറഞ്ഞോളൂ. ഇത് നിങ്ങളുടെ ഉണ്ടോന്ന് എനിക്കറിയില്ല. താമര കുമ്പിളല്ലോ മമ ഹൃദയം അവിടെ ഉണ്ടാകുമോ? എന്താ മാഡം അങ്ങനെ പറയുന്നത്? മാമിന് ഇഷ്ടപ്പെട്ട പാട്ട് വെച്ചുതരാൻ പറ്റിയില്ലേ, പിന്നെ ഞങ്ങൾ എന്തിനാ ഈ പ്രോഗ്രാം നടത്തുന്നത്? അയ്യോ താങ്ക്സ്. പാതാളം ജംഗ്ഷൻ അടുത്തുള്ള നമ്മുടെ പ്രിയപ്പെട്ട രാധാമണി മാഡത്തിന് വേണ്ടി ഞങ്ങൾ ഇതാ മനോഹര ഗാനം പ്ലേ ചെയ്യുന്നു. അയ്യോ ചേട്ടാ, ആ താക്കോലിങ്ങ ഞാൻ ഏൽപ്പിക്കാം. വേണ്ടടാ, ആ വേല നിന്റെ കയ്യിലിരിക്കട്ടെ. അയ്യോ അയ്യോ. ചേട്ടാ, ഞാൻ പറയണ കേക്ക്. ചേട്ടനെ ഞാൻ സഹായിക്കാം. ആ താക്കോലിങ് എറിഞ്ഞ. ഔസേപ്പേ വാ പോകാം. ഞാനില്ല. എന്റെ ഔസേപ്പ ഇന്ന് കള്ള് ഫ്രീയാ. മുഹമ്മദിന്റെ ചെലവാ. 7 മാസത്തെ നീണ്ട പരിശ്രമത്തിന് ശേഷം അയൽ വീട്ടിലെ വേലക്കാരി സോഫിയ മുഹമ്മദിനെ നോക്കി നാണത്തോടെ ഒന്ന് ചിരിച്ചു. അതിന്റെ ചെലവാ. വാ ഔസേപ്പേ. വരണമെന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് കള്ള് ഫ്രീ ആണല്ലോ. പക്ഷേ ഒരു കുരുമുളക് കാപ്പി ഇടണമെന്ന് വിചാരിച്ചാ പോലും എനിക്ക് പറ്റുന്നില്ല. എന്നാ ഞങ്ങള് പോവുക. കള്ള് എപ്പോഴും ഫ്രീ കിട്ടത്തില്ലല്ലോ. ഇനിയിപ്പോ ഒരാഴ്ച റെസ്റ്റ് ആയിരിക്കുമല്ലോ, അത് കഴിഞ്ഞു കാണാം. ശരി, അപ്പൊ കാണാം. ഞങ്ങൾ ഇറങ്ങുക. നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ്. എന്താ ആത്മാർത്ഥ. കൂട്ടുകാരനൊരു കപ്പ് കാപ്പി ചോദിച്ചപ്പോഴേക്കും അവർക്ക് ഷാപ്പിൽ ഭജന ഇരിക്കാനാ തിരക്ക്. അത് അവരുടെ മാത്രം കുഴപ്പമില്ല കേട്ടോ. അയാ പൈസയുടെ സഹായം നിങ്ങൾ ചെയ്തിട്ടുണ്ടാവില്ല. അതാണല്ലോ നിങ്ങളുടെ സ്വഭാവം. ഇത്രയും പ്രായമില്ലേ, ഇനിയെങ്കിലും ഒരു കാര്യം പഠിക്കാൻ പാടില്ലേ? ഈ അകലെ കിടക്കുന്ന ബന്ധുക്കളിൽ നല്ലതാ അടുത്ത് കിടക്കുന്ന ജന്തുക്കള്. നിർത്തടാ നിന്റെ ഉപദേശം. എന്റെ വീട്ടിൽ കക്കാൻ കയറി വന്നിട്ടാ നീ എന്നെ ഉപദേശിക്കുന്ന. കള്ളൻ, കള്ളൻ. അല്ലെങ്കിൽ നീ ഉപദേശിച്ചു. ഞാൻ ഒറ്റയ്ക്കല്ലേ. എന്നെ ആർക്ക് വേണമെങ്കിലും ഉപദേശിക്കാം. ഉപദേശിച്ചു. നീ ഉണ്ടായിരുന്നെങ്കിൽ എന്നെ ആരും ഉദ്ദേശിക്കത്തില്ലായിരുന്നു. എന്തിനാ നീ എന്നെ വിട്ടുപോയത്? അല്ലെങ്കിൽ നിന്നോടിപ്പോ എനിക്ക് പറയാമായിരുന്നു, അച്ഛനൊരു ചൂട് കാപ്പി വേണമായിരുന്നു. ഇയാളെന്റെ മുമ്പിൽ ഇരുന്ന് തീരുമോ? ഞാൻ ആ കാപ്പിയും കുടിച്ചിട്ട് നിന്റെ ആ പാട്ടൊന്ന് കേക്കട്ടടി. താമരക്കുമ്പിളിലോ ഹൃദയം, താമരക്കുമ്പിളിലോ. ചേട്ടാ, ഇങ്ങനെ പോയ സംഗതി പ്രശ്നം കേട്ടോ. ഇവിടെ കിടന്ന് നിങ്ങളുടെ വെടി തീരുവേ. ആ കീ കൊടുത്താ ചേട്ടാ. അന്നാമ്മേ, കാപ്പി വേണമടി. കാപ്പി, കാപ്പി. നേരെ മുമ്പിൽ ഇരുന്ന് മടിയായോ ചേട്ടാ? ഇവിടെ നിന്ന് ഇറങ്ങണമല്ലോ.
ചേട്ടാ കണ്ണട മാറ്റിക്കേ. ശ്വാസം എടുക്കൂ. നാക്ക് നീട്ടി. പേടിക്കാനൊന്നുമില്ല. ആ ഈ ടാബ്ലറ്റ് വാങ്ങിക്കൊടുത്താൽ മതി. ശരി. കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓക്കെ. എടാ നീ എങ്ങനെ? ആ റോളർ കൊണ്ട് താക്കോലെടുത്ത് തുറന്നതാ. എന്നിട്ട് നീ എന്താ രക്ഷപ്പെടാഞ്ഞ? രക്ഷപ്പെടാൻ തന്നെ തോന്നിയത്. പക്ഷെ ഔസേപ്പേട്ടിന് ബോധമില്ലായിരുന്നു. ഈ കാപ്പി താന്നമ്മേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ പോകാൻ തോന്നിയില്ല. ഞാൻ പേടിക്കണ്ട, ഞാൻ അവിടെ നിന്നൊന്നും എടുത്തിട്ടില്ല. എനിക്ക് എന്നാ പൈസ എന്നാണ് ഞാൻ ഇതൊക്കെ ഒപ്പിച്ചത്. ഇത് മനുഷ്യനാണ്. അപ്പോൾ ഞാൻ പോയി മേടിച്ചിട്ട് വരാം. Stop! എന്താണ് ഇവിടെ നിന്ന് പരുങ്ങുന്നത്? സാറ് ഞാൻ ഇവിടുത്തെ തേങ്ങ ഇടുന്ന ആളാണ് സാർ. ഈ വേഷത്തിലാണല്ലോ നീ തേങ്ങ ഇടാൻ കയറുന്നത്? സാറ് ഞാൻ ന്യൂ ജനറേഷൻ തേങ്ങ ഇടലുകാരനാണ് സാർ. ഓഹോ, അതെ. എത്ര കാലമായിട്ടാ നീ ഈ പണി തുടങ്ങിയിട്ട്? അത് ഓർമ്മ വെച്ച കാലം മുതലാണ്. എന്നാണ് നിനക്ക് ഓർമ്മ വെച്ചത്? അത് ഓർമ്മയില്ല സാർ. നീ സച്ചിൻ തെണ്ടുൽക്കറെ സെഞ്ചുറി അടിക്കാൻ പഠിപ്പിക്കരുത്. ഇനി പഠിപ്പിച്ചിട്ടും കാര്യമില്ലല്ലോ സാർ. സച്ചിൻ വിരമിച്ചില്ലേ? മൈ ലിറ്റിൽ മാസ്റ്റർ, എന്റെ സച്ചിൻ. സെന്റിമെന്റ്സ് പറഞ്ഞ എന്റെ വീക്ക്നെസ് കയറി പിടിക്കാൻ നോക്കിയാണല്ലോ. പിടിക്കില്ല സാർ. ആ എന്നാ കേട്ടോ, ഇനി മുതൽ നീ തേങ്ങ ഇടലുകാരനല്ല, തേങ്ങ കള്ളനാ. അയ്യോ. അതെ, ഇതുവരെ ഈ നാട്ടിൽ നടന്നിട്ടുള്ള പ്രമാദമായ എല്ലാ തേങ്ങാ മോഷണ കേസുകളും ഈ SI എസ് രാഘവൻ നിന്റെ തലയിൽ വെച്ച് കെട്ടാൻ പോവുകയാണ്. നോക്കി നിൽക്കാതെ പോയി കേരളതെങ്കില് ജീപ്പില്. സത്യമായിട്ട് ഞാൻ തേങ്ങ ഇടുന്ന ആളാണ് സാർ. സംശയം ഉണ്ടെങ്കിൽ ഞാൻ എന്റെ സുനാഗ്രാം കാണിച്ചു തരാം. തേങ്ങ ഇടുന്ന മെഷീൻ. കേരള ജീപ്പില്. സാർ ഇനി സംശയം ഉണ്ടെങ്കിൽ ഔസപ്പണ്ണോട് വിളിച്ചു ചോദിച്ചു നോക്ക്. ആ അത് വേണ്ട, വേറെ ആരോട് ചോദിച്ചാലും അങ്ങേരോട് ചോദിക്കുന്ന പ്രശ്നമില്ല. ചോദിച്ചാൽ ഉടനെ പറയും ബകലേതോ കുഞ്ഞമ്മയുടെയോ കൊച്ചച്ഛന്റെയോ അകന്ന ബന്ധുവാണെന്ന്. എന്നിട്ട് പുഷ്പം പോലെ ഇറക്കിക്കൊണ്ട് പോവുകയും ചെയ്യും. അതുവരെ ഞാൻ സഹിക്കും. പക്ഷെ അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ, എന്തോ ഒരു മഞ്ഞ ദ്രാവകം കുടിക്കാൻ വേണ്ടി തരും. താനും ആ മഞ്ഞ ദ്രാവകം കുടിച്ചിട്ടുണ്ടോ? എന്താണെന്നറിയില്ല, ഇങ്ങനെ ആര് ചെയ്യുന്ന കണ്ടാലും എന്താ സർ? സൂക്ഷിച്ചു നോക്കിയിട്ട് പറ. അറിയോ? അറിയാം സാർ. SI അല്ലേ? എന്നെ അറിയോന്നല്ല, ഇവനെ അറിയോന്ന്. അറിയാം സാർ. നിന്നോടല്ല, നിന്നോട്. അറിയാം സാർ. ഞാൻ പറഞ്ഞില്ലേ സാർ, അറിയാം സാർ. എങ്ങനെ അറിയാം? ദേ ഈ മതിലേ കയറി എന്റെ ചേച്ചി വായി നോക്കലേ ഇവന്റെ സ്ഥിരം പണി. വൃത്തികെട്ട. ഓഹോ, അപ്പൊ വകുപ്പ് മാറി. സ്ത്രീ പീഡനമായി. നിനക്ക് ആ പണി മാത്രമല്ല ഈ പണി അറിയാലടാ. അവനൊരു സുനാഗ്രാം കൊണ്ട് ഇറങ്ങിയിരിക്കുന്നു. ക്ലീൻ ബോൾഡായി. ഈ ഇടി ഞാൻ എന്റെ സച്ചിനായി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. കുട്ടി ഒരു കാര്യം ചെയ്യും, ഇപ്പൊ തന്നെ സ്റ്റേഷനിൽ വന്ന് ഒരു പരാതി എഴുതി തരും. അയ്യോ, ഇപ്പൊ വരാൻ പറ്റില്ല. ഔസേപ്പേട്ടന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുക്കണം. നിന്റെ ഔസേപ്പേട്ടന്റെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് വണ്ടിയില്ലേ?
വാ ചേച്ചി ഔസേപ്പേട്ട എന്തെങ്കിലും ചെയ്യട്ടെ ഒരു ദിവസം. ഇവന്റെ ജനമരോഗം ഇന്ന് തന്നെ മാറ്റി കൊടുക്കണം.